എന്താണ് ഒച്ചം ബഹളമൊക്കെ? ഓനൊന്നും തിന്നണില്ല. അതെന്തോന്ന് തിന്നാത്ത? എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? വണ്ടി ആയിരിക്കും ഓന്റെ പ്രശ്നം. ആ അതെ, വണ്ടി എന്റെ കൈ കൊണ്ട് കിട്ടൂലെന്ന് ഓനോട് മലയാളത്തിലൊന്ന് പറഞ്ഞേക്കി. നിങ്ങൾക്ക് എന്താണിക്ക? ഓന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഉണ്ടെന്ന്. ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും. ക്ലാസ്സിലെ കുട്ടികളെ പേരൻസിനെ പോലെയല്ല ഞാൻ. അങ്ങനെ ഓർത്താൽ മതി. 17 വയസ്സോനായിട്ടുള്ളൂ. 17 വയസ്സിലൊക്കെ വണ്ടി മേടിച്ചു കൊടുക്കല. കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് ഓന് മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞേ. മേടിച്ചു കൊടുത്തില്ല. 10,000 രൂപ കൊടുത്തിട്ട്. വണ്ടി ഏതായാലും എന്റെ കൈ കൊണ്ട് ഓന് കിട്ടൂല. അതുകൊണ്ട് പറഞ്ഞാള്. നിങ്ങൾ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ? ഇവിടെ വേടാ. എന്താ പ്രശ്നം? എനിക്കിപ്പോ വണ്ടി വേണം. 18 വയസ്സായിട്ട് ഞാൻ വണ്ടി മേടിച്ചു തരുള്ളൂ. 18ാം വയസ്സിലാണ് കുട്ടികളൊക്കെ വണ്ടി ഓടിക്കുക. അപ്പോഴേ ലൈസൻസ് കിട്ടുള്ളൂ. ഇപ്പൊ എല്ലാവരും ലൈസൻസ് ഉണ്ടായിട്ട് വണ്ടി ഓടിക്കണേ. വേണ്ട ഈ അന്റെ തർക്കുത്തരം വല്ലാണ്ടിങ്ങനെ കൊഞ്ചിച്ച് വസലായിക്കോ. ഇക്ക ഓനൊരു ബൈക്കല്ലേ ചോദിച്ചുള്ളൂ. ആകെ ഒന്നേ ഉള്ളൂ. അതിന്റെ ആഗ്രഹം പോലെ സാധിച്ചു കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ബാപ്പയാണ് ഈ മാണ്ട അനക്കും കിട്ടുന്നിടത്ത് കേട്ടോ. ആകെ ഒന്നുണ്ടെങ്കിലേ ഒലക്കോണ്ട് തല്ലി പഠിപ്പിക്കണം. എൻ്റെ ഒപ്പം എന്നെ പഠിപ്പിച്ചേ അറിയോ എനിക്ക്. ഓൻ്റെ ആഗ്രഹങ്ങൾ മൂവ്മെന്റ് സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും കാലം ഒരു ഇറുക്കലോണ്ട് പോലും ഞാൻ ഓനെ അടിച്ചിട്ടില്ല. ഓൻ്റെ ഒരു കോലും നിപ്പും ഓൻ്റെ താടി കണ്ടോ? ഓൻ്റെ പൂക്കാച്ചി താടി ട്രെൻഡ് പോയി പഠിച്ചേക്കടാ. ഇത്രയും കാലമായിട്ട് ഉപ്പൊക്കെ ഉണ്ടായിട്ടില്ല അമ്മാരി താടി. അപ്പൊ എന്റെ കുഴപ്പമാണോ ഉപ്പാക്ക് താടി വരാത്തത്? ഒന്നും കഴിക്കുന്നില്ല, കഴിക്കണ്ട, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വണ്ടി മേടിച്ചു കൊടുത്തിട്ട് ഓൻ ഇവിടുന്ന് കഴിച്ചിട്ടൊന്നും പോവില്ല. എനിക്കിപ്പോ വണ്ടി വേണം. വണ്ടി ഓൻ്റെ ഒരു ദേഷ്യം കണ്ട ഈ എൻ്റെ ഒക്കെ പ്രായത്തിലേ ഉപ്പ ഒരു സൈക്കിൾ വരെ കയറിയില്ല, നടന്നിട്ട് സ്കൂളിൽ പോയിരുന്നു അറിയോ? അതൊക്കെ ആ കാലം. ഇപ്പൊ എങ്ങനെയാണോ? എനിക്ക് ബൈക്കിലാണ്ട് ഞാൻ സ്കൂളിൽ പോവില്ല. മര്യാദക്ക് ക്ലാസ്സിൽ പോയി പഠിച്ച് ജയിച്ച് 18 വയസ്സായി കഴിഞ്ഞാൽ ഉപ്പ മേടിച്ചു തരും എനിക്ക് വണ്ടി. എനിക്ക് ബൈക്ക് വാങ്ങിച്ചാ ഞാൻ പഠിച്ചിരിക്കാം. ഒന്നവിടെ തരും ഞാൻ കേട്ടോ. ആ ആരാതെ? ഞാനാണ് പാരി. ആ കയറി വാ പേരിയെ. പണി കൊണ്ട് അങ്ങോട്ട് പോയിക്കോ. വാ. എന്താ മൊയ്തുക്ക രാവിലെ ഒരു പ്രശ്നം? ഒന്നുമില്ല, വെറുതെ മോനെ ഓൻ വല്ലാത്തൊരു വാസി. ഓനെ ഒരു ബൈക്ക് വേണം പറഞ്ഞിട്ട്. അതാ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം, ബൈക്കും ഫോണും. ഇത് രണ്ടും ആയി കഴിഞ്ഞാൽ ഒക്കെ ആയിന്നാ വിചാരം. അതിന് കൂട്ടിക്കന്ന അമ്മമാരും ഒന്ന് ശ്രദ്ധിക്കണം. നല്ലതാ. പ്രതിഷേധം കാണിച്ച ഇതാണ് ഇപ്പത്തെ തലമുറയാണ്. ദേഷ്യത്തിലാ മൊയ്തൂക്ക. ഞാൻ വന്ന കാര്യമായി പെങ്ങളുടെ കല്യാണം തീരുമാനിച്ചു. ആദ്യമായിട്ട് മൊയ്തൂക്കാനെ വിളിച്ചിട്ട് തുടങ്ങാന്ന് കരുതി. അപ്പൊ വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ച ദീപം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കെട്ട്. അപ്പൊ മൊയ്തൂക്കയും ഇത്തേം കൊച്ചും എല്ലാവരും കൂടി ഒന്ന് പങ്കെടുക്കണം. അയ്യോ ചായ ഒന്നും വേണ്ട, ചായ കുടിക്കാൻ സമയമില്ല. കാരണം എനിക്ക് 8-9 വീടൊന്ന് കവർ ചെയ്തിട്ട് ഓഫീസിൽ എത്താൻ വേണോ. ഒരു ചായ നേരം വേണോ? അയ്യോ മൊയ്തൂക്ക ചായ കുടിക്കണോണ്ടല്ല, അറിയാലോ ഞാൻ ഒറ്റക്കൊരാളല്ലേ ഉള്ളൂ. എല്ലായിടത്തും ഓടി എത്തണം, എല്ലാം ഏൽപ്പിക്കണം. പിന്നെ കുഴപ്പമില്ല. ശരി എന്നാ ഇത്ത നേരത്തെ എത്തണേ. ശരി ശരി. അതിനിടക്ക് ഓമ്പോയി പോക്കുണ്ട് ഈ എന്റെ മോയ് എന്നോടുള്ള ദേശീയ കാണിച്ചു പോയി. ഒരു ബൈക്ക് മേടിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ. മിണ്ടണ്ട സൂറ കേട്ടോ. ബൈക്കിനെ പറ്റി ഒന്നും ഇങ്ങോട്ട് വന്നേ. അതാ വരുന്നേ. എന്റെ വണ്ടി ഇവിടെ വെച്ചിട്ട് കാണാനില്ല. വണ്ടി മുറ്റത്തെ വെച്ചിന്. ഞാൻ ചാവി അതും വെച്ചിട്ടല്ലേ അകത്തേക്ക് കയറിയത്. വന്നപ്പോ ഇത് കാണാനില്ലെന്നേ. ആ ചെക്കൻ കൊണ്ടുപോയതാ നമ്മളെ മോയ്. എന്നോട് ചോദിക്കാതെ കൊണ്ടുപോകും. അതാണ് ഓന്റെ രീതി. ഇപ്പൊ മനസ്സിലായില്ല എനിക്ക്. 5-8 സ്ഥലത്തു കൂടി പോകാനുള്ള എനിക്ക് ഓഫീസിൽ പോകണം. ഇപ്പൊ എന്താ ചെയ്യത്? ഓൻ എപ്പ വരുന്നു? ഓപ്പണൊന്നും വരൂല. ഇതിന് മുമ്പ് ഇവിടെ ഒരു ഇലക്ട്രിസിറ്റിന്റെ ഒരാൾ വന്നിട്ടേ പോസ്റ്റിന്റെ മേലെ കയറിയപ്പോഴേക്ക് പോകുമ്പോൾ വണ്ടി എടുത്ത് പോയിക്കാൻ ഞാൻ വൈകുന്നേരം അവിടെ വണ്ടി കൊണ്ടിരുന്നത്. ചെക്കനതൊരു ഭ്രമാണ് പേടിയപ്പോ. എവിടെങ്കിലും ബൈക്ക് കണ്ട എടുത്തു പോയിക്കാല. എന്തൊരു സൂക്കടാ അവന്. നിങ്ങൾ പറഞ്ഞിട്ട് അവൻ കേൾക്കണില്ല. ഈ കൈമൊന്നൊക്കെ പിടുത്തം വിട്ട് പോയിക്കണം. നമ്മൾ രണ്ടാളും പറഞ്ഞാലൊന്നും അവൻ കേൾക്കൂല. അന്ന് ഇത് ശ്രദ്ധിക്കണം മൊയ്തൂക്ക. ഇതേ ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ഒരു കൗൺസിലിംഗ് കിട്ടിയാൽ മാറും. പിള്ളേരല്ലേ, ഈ പ്രായത്തിൽ ഇതൊക്കെ ഉണ്ടാവും. അയ്യോ അങ്ങനെയല്ല ഇത്താ ഞാൻ പറഞ്ഞത്. പ്രാന്തിന്റെ പ്രാന്തൊന്നല്ല. ഓൻ എന്തോ ഒരു കുഴപ്പമുണ്ട്. അത് കാണിക്കന്നെ വേണോ? എന്ത് കുഴപ്പമുണ്ട് നിങ്ങൾ പറയുന്നത്? കുറച്ച് മാനസിക പ്രശ്നം. അല്ലാണ്ട് ആരാണ്ട് ബൈക്ക് എടുത്ത് ഓൻ അങ്ങോട്ട് പോവോ? നമ്മുടെ പനമ്പിള്ളി നല്ലൊരു സുഗതൻ ഡോക്ടറുണ്ടേ. പുള്ളി ഈ കാര്യത്തിന് ബെസ്റ്റാണ്. പലതും മാറിയ അനുഭവം ഉള്ളതല്ലേ. നമ്പർ ഉണ്ടോ എന്റെ കയ്യിൽ? നമ്പറൊക്കെ ഞാൻ തരാം. മൊയ്തൂക്ക ഒരു 5-8 വീട്ടിലും കൂടി ഞാനൊന്ന് നടന്ന് വിളിച്ചിട്ട് വരാം. അപ്പോഴേക്കും ചെക്കൻ വണ്ടി കൊണ്ടുവരുമായിരിക്കുമല്ലേ? കൊണ്ടുവരും. ശരി എന്നാ.